അലൈക്കും. എറണാകുളം ജില്ലാ സ്വദേശിയാണ് ഇല്യാസ്. എൻ്റെ സംശയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള ചൂഷണങ്ങളെയും തിന്മകളെയും ഘട്ടം ഘട്ടമായിട്ട് എതിർക്കുകയുണ്ടായി. എന്നാൽ ഈ മദ്യം, വ്യഭിചാരം, പലിശ ഇതുപോലെയുള്ള ഈ നിലവാരത്തിലുള്ള ഒരു തിന്മയാണ് അടിമത്തവും. എന്നാൽ എന്തുകൊണ്ടാണ് ഇസ്ലാം അടിമത്തത്തെ ഇതുവരെ പൂർണ്ണമായിട്ടും നിരോധിക്കാത്തത്? ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം അത് തന്നെ ശരിയാണ്. എങ്കിലും ഈ മദ്യവും പലിശയും നിരോധിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഇത്രയും വലിയ ഒരു തിന്മയെ ഇസ്ലാം പൂർണ്ണമായി നിരോധിക്കാത്തത്? മദ്യത്തെയും പലിശയെയും പോലെ എന്തുകൊണ്ട് അടിമ വ്യവസ്ഥിതിയെ ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചില്ല എന്നാണ് ഇല്യാസിന്റെ ചോദ്യം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്നാമതായി, അടിമ വ്യവസ്ഥിതി എന്നത് ഇന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമല്ല. ഇന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥാപനം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തേതായ നമ്മുടേതായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് അത് നോക്കിക്കാണുമ്പോൾ ഉള്ളതുപോലെ അതിനെ യഥാരൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. നമ്മൾ അറിയാവുന്ന അടിമത്വം നമ്മൾ നോവലുകളിൽ വായിച്ച, കഥകളിൽ വായിച്ച, ചരിത്രത്തിൽ വായിച്ച അടിമത്വമാണ്. സ്പാർട്ടക്കസിന്റെയും മറ്റും കഥകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ അടിമത്വം, റോമിലും ഗ്രീസിലും നിലനിന്നിരുന്ന അടിമത്വം, ഇതാണ് നമ്മൾ അറിഞ്ഞത്, നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ സമൂഹത്തിൽ ആ സ്ഥാപനം നിലനിൽക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ ഒരു തരത്തിൽ തന്നെ അനലൈസ് ചെയ്യണം എന്നർത്ഥം. ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരടിമയുടെ വീക്ഷണത്തിൽ ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുന്നതാണോ അതല്ല അനുവദിക്കുന്നതാണോ ഗുണകരം എന്നാണ്. അടിമത്വം ഇസ്ലാം നിരോധിക്കുന്നത് കൊണ്ട്, മദ്യം നിരോധിക്കുന്നത് പോലെ, വിചാരം നിരോധിക്കുന്നത് പോലെ ഒരു നിരോധം നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് അതുകൊണ്ട് ആരാണോ ബലിയാട്, അയാൾക്ക് അടിമത്വം ഇസ്ലാം നിരോധിക്കുന്നതാണോ അതോ നിരോധിക്കാതിരിക്കുന്നതാണോ ഗുണകരം? നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് അതാണ്. ഒരു മുസ്ലിമിന്റെ കീഴിലുള്ള അടിമ എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും അഭിശംസിക്കപ്പെടില്ല. അയാളുടെ അഭിമാനത്തിന് ഒരിക്കലും കോട്ടം തെറ്റുന്ന രൂപത്തിലുള്ള ഒരു പരാമർശം പോലും മുതലാളിയിൽ നിന്നുണ്ടാവില്ല. അയാൾ അമിതമായി ജോലിഭാരം ഏൽപ്പിക്കപ്പെടില്ല. അയാൾ ഒരിക്കലും അംഗവൈച്ഛേദം വരുത്തപ്പെടില്ല. അയാൾ ഒരിക്കലും കൊല ചെയ്യപ്പെടില്ല. അയാൾ ഒരിക്കലും പട്ടിണി കിടക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവില്ല. അയാൾക്ക് അവകാശങ്ങൾ ഉണ്ടാകും. അയാൾക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും മുതലാളി നൽകും. അതോടൊപ്പം തന്നെ അയാൾക്ക് എപ്പോഴെങ്കിലും മോചനം ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് മുതലാളിയുമായി കരാറുണ്ടാക്കുവാൻ അവകാശമുണ്ട്. ആ മോചന കരാർ അനുസരിച്ചുള്ള പണം കണ്ടെത്താൻ അയാൾക്ക് തന്നെ ബൈത്തുൽ മാലിനെ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ സമീപിച്ചിട്ട് മുതലാളിയുമായിട്ടുള്ള ഏർപ്പാട് നിർത്തി സ്വതന്ത്രനാകുവാനുള്ള അവകാശമുണ്ട്. ഒരു മുസ്ലിമിന്റെ കീഴിലുള്ള അടിമ ഈ അവകാശങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ ഒരു അമുസ്ലിമിന്റെ കീഴിലുള്ള അടിമ ഇതൊന്നുമില്ല. അയാൾ ഏത് സമയത്തും കൊല ചെയ്യപ്പെടാം. അയാൾ ഏത് സമയത്തും അംഗവിച്ഛേദം നടത്തപ്പെടാം. അയാളുടെ അഭിമാനത്തിന് അവിടെ ഒരു വിലയില്ല. ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ട അവസ്ഥ അയാൾക്കുണ്ടാകാം. അയാൾ ക്രൂരമായ ചാട്ടവാറടികൾക്ക് വിധേയമാക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാം. അയാളുടെ ലൈംഗിക ശേഷി പോലും നശിപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാം. ഇതെല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഒരു അമുസ്ലിമിന്റെ കീഴിലുള്ള അടിമ. ഇസ്ലാം അടിമത്വം ഏകപക്ഷീയമായി ബാക്കിയുള്ളവർ നിരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണ അടിമ എത്തുക മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അമുസ്ലിമിന്റെ കയ്യിലേക്കാണ്. അതെന്താ, അവരാണ്ട് സ്വതന്ത്രമായി പോകൂലേ? ഇല്ല. തലമുറകളായി അടിമത്വം ശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് അവരെ നോക്കുവാനോ ഉള്ള സാമൂഹ്യ സാഹചര്യമില്ലാതിരിക്കുമ്പോൾ സമൂഹത്തിൽ മറ്റൊരു ടീം അടിമത്വം നിലനിർത്തുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവർ സ്വതന്ത്രരായാൽ പോലും അവർ സ്വാഭാവികമായി മറ്റുള്ളവരുടെ അടിമകളായി തീരും. അതോടുകൂടി ഒരു മുസ്ലിമിന്റെ കീഴിൽ അയാൾ അനുഭവിച്ചിരുന്ന അവകാശങ്ങളൊന്നും പിന്നെ ലഭിക്കുന്ന അവസ്ഥയല്ല. അയാൾ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന അവസ്ഥയാണുള്ളത്. മുസ്ലിമിന്റെ കീഴിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ചിലപ്പോൾ അയാൾക്ക് സ്വാഭാവികമായി തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചേക്കാം. അതല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു ഭൃത്യന്റെ ഒരു അവസ്ഥ, ഒരു ജോലിക്കാരന്റെ വേലക്കാരന്റെ ഒരു അവസ്ഥ അത്ര മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമതായി, ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത് ഏറ്റവും വലിയ അപകടകരമായി തീരുമായിരുന്നു. അതെന്താണ്? അടിമകൾ ഉണ്ടാകുന്ന പല മാർഗങ്ങളിൽ ഒന്ന് യുദ്ധങ്ങളാണ്. യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്ന യുദ്ധത്തിന്റെ ബന്ദികളെ, ക്യാപ്റ്റീവ്സിനെ അടിമകളാക്കുന്ന സമ്പ്രദായമാണ് അടിമത്വം നിലവിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇസ്ലാം അടിമത്വം നിരോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ മുസ്ലിങ്ങളായ കുറെ ക്യാപ്റ്റീവ്സിനെ, കുറെ യുദ്ധത്തടവുകാരെ അമുസ്ലിങ്ങൾ പിടിച്ചു. അമുസ്ലിങ്ങളായ കുറെ യുദ്ധത്തടവുകാരെ മുസ്ലിങ്ങളും പിടിച്ചു. ഇങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധത്തടവുകാരെ പിടിച്ചു. ഈ സമയത്ത് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? യുദ്ധത്തടവുകാരെ കേവലമായി കൊല ചെയ്യാൻ പറ്റൂല. കൊല ചെയ്യുന്നത് ഇസ്ലാം വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ല യുദ്ധത്തടവുകാരെ കൊല്ലാനുള്ളത്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഒന്നുകിൽ അവരെ വെറുതെ വിടണം. അവരെ വെറുതെ വിടാൻ മുസ്ലിങ്ങളിൽപ്പെട്ട തടവുകാർ അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏകപക്ഷീയമായിട്ട് വെറുതെ വിട്ടാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അവർക്ക് മോചനം ഉണ്ടാകൂല. മൂന്നാമതായി ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവരടിമകളാക്കി മാറ്റിയിട്ട് ഇവരെ പിന്നെ പടയാളികൾക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നിരോധിക്കപ്പെട്ടാൽ നാലാമത്തെ ഒരു മാർഗമുണ്ട്. എന്താണ്? മറ്റവരുമായി അഥവാ അമുസ്ലിങ്ങളുമായി ഒരു നെഗോസിയേഷൻ നടക്കും യുദ്ധം കഴിയുമ്പോൾ. അങ്ങനെ നെഗോസിയേഷൻ നടക്കുമ്പോൾ രണ്ടു കൂട്ടരുടെയും യുദ്ധത്തടവുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളൊരു നെഗോസിയേഷൻ ഉണ്ടാകും. ഈ നെഗോസിയേഷനിലാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികളുടെ മുഴുവനും പ്രതീക്ഷ. എന്നാൽ ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിച്ചു കഴിഞ്ഞാൽ ഈ നെഗോസിയേഷൻ, ഈ ചർച്ച നടക്കുന്നില്ല. എന്താ കാരണം? മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അവരെ അടിമകളാക്കി മാറ്റാം, ഒരു പ്രയാസമില്ല. എന്നാൽ അമുസ്ലിങ്ങൾ പെട്ട ആളുകളെ മുസ്ലിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത് അവർക്ക് തന്നെ അറിയാം. അമുസ്ലിങ്ങൾക്കറിയാം ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽപ്പെട്ട പടയാളികളെ മുസ്ലിങ്ങൾക്ക് അടിമകളാക്കി മാറ്റാൻ സാധ്യമല്ല എന്ന്. അപ്പൊ പിന്നെ എന്താണ്? പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? കൊല്ലാനും പറ്റൂല, അടിമകളാക്കി മാറ്റാനും പറ്റൂല. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവർ സുഖമായിട്ട് ജീവിക്കുക ആയിരിക്കും എന്ന് ഇവർക്ക് മനസ്സിലാക്കാം. കാരണം വേറെ മാർഗമൊന്നുമില്ല. അന്ന് തടവറകൾ പ്രായോഗികമല്ല ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോ. അപ്പോ പിന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവർ തിന്നും കുടിച്ചു സുഖമായിട്ട് ജീവിക്കായിരിക്കും. പിന്നെ എന്തിന് അടിമകളെ നമുക്ക് കിട്ടിയ അടിമകളെ എന്തിനാ അങ്ങോട്ട് കൊടുക്കണം? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പടയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം നിയമങ്ങളൊന്നുമില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട് പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ആളുകളെ അവരടിമകളാക്കി മാറ്റും. എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു നെഗോസിയേഷൻ ടോക്ക് ഉണ്ടാകൂല. ആ നെഗോസിയേഷൻ ടോക്ക് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ, ഉണ്ടാകൂല എന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലായാൽ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടും. യുദ്ധം നടത്തണമെങ്കിൽ ആത്മവിശ്വാസം വേണം. യുദ്ധത്തിൽ ഒന്നുകിൽ ഷഹാദത്ത് ഉണ്ടാകാം, രക്തസാക്ഷ്യം. അതല്ലെങ്കിലോ പിടിക്കപ്പെട്ടാൽ അടിമത്വം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രയാസകരമാണ് ഒരു സ്വതന്ത്രനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സ്വതന്ത്രനായ ഒരു മനുഷ്യൻ പൊരുതുമ്പോ അയാളുടെ മനസ്സിലുള്ള പ്രതീക്ഷ എന്താണ്? ഒരു മുസ്ലിമിന്റെ പ്രതീക്ഷ എന്താണ്? ഇങ്ങനെ പിടിക്കപ്പെട്ടാലും തിരിച്ചു ഇവരും പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം കഴിയുന്നതോടുകൂടി നമുക്ക് മോചിപ്പിക്കപ്പെടാൻ ഒരു അവസരം ഉണ്ടാകുന്നതാണ്. ആ ഒരു പ്രതീക്ഷ ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുന്നതോടുകൂടി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും കൃത്യമായി അറിയാവുന്ന പടച്ചവന്റെ മതം. അതുകൊണ്ട് തന്നെ പടച്ചോൻ അടിമത്വം മദ്യത്തെ പോലെ നിരോധിച്ചിരുന്നെങ്കിൽ അടിമകൾക്ക് പ്രയാസമാകുമായിരുന്നു, മുസ്ലിങ്ങൾക്ക് അതിനേക്കാളും പ്രയാസമാകുമായിരുന്നു. അടിമത്വം നിരോധിക്കാതെ അടിമ എന്നുള്ള അവസ്ഥയെ മാറ്റം വരുത്തുകയും അടിമക്ക് സ്വയം മോചനം നേടുവാനുള്ള അവസ്ഥാന്തരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം ചെയ്തത്. മറ്റേത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ ചെയ്തിട്ടില്ല. സർവേശ്വരനായ തമ്പുരാന്റെ ആ മതമാണ് ഇസ്ലാം എന്ന് വ്യക്തമാക്കുന്നതാണ് അടിമത്തത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.